ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പിയുടെ കൂടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ പോകണത് കേട്ടിട്ട് ഉമ്മായി നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ കണ്ണ് ടെസ്റ്റ് ചെയ്ത് കണ്ണട മേടിക്കാനാട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് അംഗനവാടിയിൽ നിന്നും ബേബിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അവനാണെങ്കിൽ അംഗനവാടിയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ട് തുള്ളി വന്നെ കേട്ടോ. അവനാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇന്നത്തെ അംഗനവാടിയിലെ വിശേഷങ്ങളാണ് കേട്ടോ ഞങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഐറ ബേബി വന്നിട്ടുണ്ടായില്ലേ. ഇപ്പൊ ഐറ ബേബി വന്നതിന്റെ സന്തോഷം കേട്ടോ അവന്റെ മുഖത്ത് കാണുന്നേ. പോകുന്ന വഴിയിൽ പാടത്ത് കെട്ടിരിക്കുന്ന പോത്തിനെ കണ്ടിട്ട് ഉമ്മ എന്നും പറഞ്ഞിട്ട് വാപ്പിനെ അവൻ കാട്ടി കൊടുക്കുന്നുണ്ട്. അങ്കണവാടി വിട്ട് വന്ന ബേബി സീനിന് വിശക്കൂന്ന് അറിയാവുന്ന ഉമ്മ കുറച്ച് പഴമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കണേണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മാനെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണട കടയിലേക്ക് വന്നേക്കണേണ്. അങ്ങനെ ഉമ്മാനെയാണെങ്കിൽ കണ്ണ് ടെസ്റ്റ് ചെയ്യിപ്പിക്കണ കേട്ടോ ഈ കാണുന്നത്. ഉമ്മായാണെങ്കിൽ കണ്ണ് ടെസ്റ്റ് ചെയ്തോണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് എന്റെയും ബേബിന്റെയും കോപ്രായുണ്ട് ഈ കാണുന്നത്. അവനാണെങ്കിൽ പൂച്ചേന്റെ കണ്ണട എടുത്ത് വെച്ചിട്ട് മ്യാവും മ്യാവെന്നും പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ബേബി സീനാണ് കേട്ടോ എനിക്ക് ഈ കണ്ണടയൊക്കെ എടുത്തോണ്ട് തന്നത്. അപ്പൊ വാപ്പിയാണെങ്കിൽ ഉമ്മക്ക് കണ്ണട വെക്കുന്നും പറഞ്ഞോണ്ട് ഞങ്ങളെ രണ്ടുപേരും വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഉമ്മയാണെങ്കിൽ ഉമ്മക്ക് ഇഷ്ടപ്പെട്ട കണ്ണട എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. അങ്ങനെ ഉമ്മയാണെങ്കിൽ ഒരുപാട് കണ്ണടകളൊക്കെ വെച്ച് നോക്കുന്നുണ്ട് ഉമ്മക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഉമ്മയാണെങ്കിൽ ഓരോ കണ്ണടയും വെച്ചിട്ട് നമ്മുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലതാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് നമ്മൾ തന്നെ ഈ കണ്ണടയാട്ടോ ഉമ്മക്ക് വേണ്ടി എടുത്തത്. അപ്പോഴാണ് കേട്ടോ എനിക്ക് ഈ കണ്ണട ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഇതും വെച്ചിട്ട് 2 ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് തന്നെ കരിക്ക് കണ്ടിട്ട് ബേബിക്കാണെങ്കിൽ കരിക്ക് വേണമെന്നും പറഞ്ഞിട്ട് നമ്മൾ തന്നെ സൈഡുമ്പോൾ നിർത്തിയിട്ടുണ്ട്. പറഞ്ഞ പാടെ വാപ്പി ഇറങ്ങിപ്പോയിട്ട് സെലക്ട് ചെയ്ത് വാപ്പി തന്നെ ഉണ്ടോ നമുക്ക് കരിക്ക് വെട്ടിക്കൊണ്ട് തന്നത്. വാപ്പിയാണെങ്കിൽ നല്ല കരിക്ക് നോക്കി വെട്ടിയിട്ട് ഒരു സ്ട്രോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് തന്നെ വെട്ടിക്കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കരിക്ക് ആദ്യം ചോദിച്ച ആൾക്കാണ്ടോ നമ്മൾ തന്നെ ആദ്യം തന്നെ കൊടുക്കുന്നത്. അവന് ഇഷ്ടപ്പെട്ട സാധനമായതുകൊണ്ട് തന്നെ അവൻ തന്നെ മടക്ക് കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനും ഉമ്മായും തന്നെ മത്സരിച്ച് കുടിക്കുന്ന കേട്ടോ ഈ കാണുന്നത്. കരിക്കുവെള്ളത്തിനാണെങ്കിൽ നല്ല മധുരം ഉണ്ടായി. അങ്ങനെ കരിക്കുവെള്ളം കുടിച്ച് വയറിഞ്ഞപ്പോഴാണ് കേട്ടോ വാപ്പി കഴിക്കാൻ വേണ്ടി കരിക്കും കൊണ്ട് വന്നത്. അങ്ങനെ ഞാനും ഉമ്മായും അനിയനും കൂടിയിട്ട് മാറി കരിക്ക് കഴിക്കണേ കേട്ടോ. അങ്ങനെ നമ്മുടെ കരിക്ക് കഴിപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വാപ്പിയുടെ കൂട്ടിയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോണേട്ടോ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ തന്നെ MOH ഹോസ്പിറ്റലിൽ വന്നെത്തിയിട്ടുണ്ട്. വന്ന പാടെ വാപ്പയാണെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ പോയാണ്ട് നമ്മൾ വാപ്പിനെയും കാണാണ്ട് തപ്പി നടക്കണേ കേട്ടോ. അങ്ങനെ നമ്മളാണെങ്കിൽ തപ്പി വാപ്പിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. വാപ്പിയാണെങ്കിൽ ഡൊണേറ്റ് ചെയ്യാനുള്ള ഫോമും കാര്യങ്ങളും എഴുതി കൊടുക്കണതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൽദോസ് ചേട്ടൻ്റെ ചേട്ടനാണ് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണത്. പൂരിപ്പിക്കേണ്ട കാര്യങ്ങളിൽ എൽദോസ് ചേട്ടൻ വാപ്പിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാപ്പി ഡൊണേറ്റ് ചെയ്യാൻ പോയ സമയത്ത് ഞങ്ങൾ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കണേ കേട്ടോ. അങ്ങനെ വാപ്പയോടെ എന്തെടുക്കാന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി നോക്കിയപ്പോഴാണെങ്കിൽ വാപ്പയാണെങ്കിൽ നേഴ്സുമാരായിട്ട് കത്തി വെച്ചുകൊണ്ട് കിടക്കണേ കേട്ടോ. അങ്ങനെ വാപ്പിയുടെ അടുത്താണെങ്കിൽ നേഴ്സുമാർ എത്ര വട്ടം ബ്ലഡ് ഡൊണേറ്റ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ സൂചി കൊണ്ട് കുത്തിയ വേദന എടുത്തോന്ന് ചോദിച്ചപ്പോൾ വാപ്പയാണെങ്കിൽ പറഞ്ഞത് വലിയ സൂചി കൊണ്ട് കുത്തിയ പിന്നെ വേദന എടുക്കൂലെന്നാണ്. പിന്നെ നേഴ്സാണെങ്കിൽ വന്നിട്ട് കൈയും കാലും അനക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വാപ്പയുടെ ബ്ലഡ് ഭയങ്കര റെയർ ബ്ലഡാണ് കേട്ടോ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാണ്ട് ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോകളെല്ലാം നല്ല ആസ്വദിച്ച് കാണുന്ന എൽദോസ് ചേട്ടൻ കേട്ടോ പിന്നെ നമ്മൾ കണ്ടത്. അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാമെന്നും എൽദോസ് ചേട്ടൻ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തതിന് ശേഷം ജ്യൂസും ബിസ്ക്കറ്റൊക്കെ ബേബി കഴിക്കലായിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തവർക്ക് ഇവിടെ നോട്ട്സും കാര്യങ്ങളും എഴുതി വെക്കാം കേട്ടോ. അങ്ങനെ ഞാനും അവിടെ ഇരുന്ന് എഴുതണം കേട്ടോ. അപ്പം ഞാനവിടെ ഇരുന്ന് എഴുതിയത് വേറൊന്നുമല്ല, എൻ്റെ ഒരു ചെറിയ പ്രവൃത്തി മറ്റൊരാൾക്കൊരു വലിയ പ്രതീക്ഷ എന്നാണ് ഞാനവിടെ കുത്തിക്കുറിച്ചത്. അങ്ങനെ ഞാനാണെങ്കിൽ വാപ്പിയുടെ പേരും ഇന്നത്തെ ഡേറ്റും എല്ലാം അവിടെ എഴുതിട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൽദോസ് ചേട്ടനോട് ബൈ പറഞ്ഞിറങ്ങിയപ്പോഴാണ് എൽദോസ് ചേട്ടൻ ബേബിക്ക് ജ്യൂസ് മേടിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് പോയത്. അങ്ങനെ എൽദോസ് ചേട്ടൻ ഞങ്ങൾക്ക് ജ്യൂസെല്ലാം മേടിച്ചു തന്നു. അപ്പോഴാണ് മേളിൽ നമ്മൾ പറഞ്ഞു വെച്ച ബാഗിൻ്റെ കാര്യം ഓർത്ത്. അങ്ങനെ ബാഗ് എടുത്തുകൊണ്ട് തന്നെ വഴിക്ക് ഉമ്മയാണെങ്കിൽ കുറേ ചീത്തയും പറഞ്ഞ് നമ്മൾ നേരെ പോയത് ചായ കുടിക്കാനാണ്. വാപ്പി ഞങ്ങൾക്ക് ചായ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും ചായയും കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണുന്ന ആൾക്കാർക്ക് ടാറ്റയും കൊടുത്തോണ്ടാണ് കേട്ടോ ബേബിൻ്റെ പോക്ക്. എൽദോസ് ചേട്ടൻ്റെ അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചോ ഷിഫാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. സീ യു ടുമോറോ.